ചെന്നിത്തല വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഞാൻ SITക്ക് മൊഴി നൽകും, ചില കാര്യങ്ങൾ എനിക്ക് തുറന്നു പറയാനുണ്ട് എന്നുള്ളതാണ്. അയ്യപ്പനെ തൊട്ടവരാരും ജയിച്ചിട്ടില്ല, അത് ആർക്കൊക്കെയാണ് എന്നുള്ള ലക്ഷ്യവെക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളതാണൊരു ചോദ്യം. 3 മന്ത്രിമാർ ചെന്നിത്തലയുടെ വാക്കുകളിലുണ്ട് എന്നാണ് കേൾക്കുന്നത്. 3 മന്ത്രിമാരെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അത് ആരൊക്കെയാകും അകത്താകാൻ പോകുന്നതെന്നും അറിയില്ല. പക്ഷെ ചെന്നിത്തലയിൽ ഒരു ബോംബുണ്ട്, അത് SITയുടെ കൊടുക്കും. പൊട്ടുമോ ഇല്ലേ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. പക്ഷേ ഒരു ബോംബുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണോ, അത് അയ്യപ്പനോടുള്ള സ്നേഹം കൊണ്ട് കാണിക്കുന്നത് തന്നെയാണോ? അല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആണോ അല്ലയോ എന്നുള്ളതല്ല. അയ്യപ്പനോട് സ്നേഹം എല്ലാവർക്കും ഉണ്ടല്ലോ. ഈ അയ്യപ്പനോട് നമ്മളീ പറയുന്ന പോലെ ഈ വിശ്വാസികൾക്കുള്ളൊരു പ്രശ്നമുണ്ടല്ലോ. അത് അയ്യപ്പ വിശ്വാസി എന്നുള്ള രീതിയിൽ രമേശ് ചെന്നിത്തലയ്ക്കും കാണും. പിന്നെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ആൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന് നല്ലൊരു ആഭ്യന്തരമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രിയായിട്ട് ഇരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ട വിവരങ്ങൾ കിട്ടുന്നതിന് വേണ്ടി പ്രയാസമുള്ള ഒരാളല്ല. സോഴ്സുകളുണ്ട്. ഇതിനു മുമ്പ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നപ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും അയാൾ കൊണ്ടുവന്നിരുന്ന അല്ലെങ്കിൽ വെളിയിൽ കൊണ്ടുവന്നിരുന്ന കേസുകൾ മൊത്തം ജെന്യൂനായിരുന്നു. പിന്നെ അത് യാഥാർത്ഥ്യത്തിലേക്ക് പോയി. പ്രതിപക്ഷ നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അങ്ങോട്ട് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആദ്യമേ അങ്ങോട്ട് അംഗീകരിക്കാൻ, പൊതുജനത്തിന് അങ്ങോട്ട് ഏറ്റെടുക്കാൻ ഒരു ബുദ്ധിമുട്ടിയാണ്. അതാ ഞാൻ പറഞ്ഞു. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നപ്പോൾ കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം വെറും ആരോപണങ്ങളായിരുന്നില്ല. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ കൂട്ട് അതിന് ജെന്യൂനിറ്റി ഉണ്ടായിരുന്നു. അത് പരിശോധിച്ചപ്പോൾ അതെല്ലാം വാസ്തവങ്ങളുമായിരുന്നു. അപ്പം ഇതിനകത്തും ഒരു വാസ്തവം ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ കാണും ഇപ്പോൾ ശബരിമല കൊള്ള എങ്ങാണ്ട് വന്നങ്ങ് സ്റ്റക്കായി നിൽക്കുന്ന പോലെ നിൽക്കുന്നു. അതിനൊരു കംപ്ലീഷൻ ഇല്ല. 3-ാം തീയതിക്ക് ശേഷം ഇത് ആരും തിരക്കുന്നില്ല, ആരും അറിയുന്നില്ല. ഒരു പപ്പൻ അവിടെ കിടന്ന് അയ്യക്കാവോ പറയുന്നു. അയാൾ ഉള്ളത് മൊത്തം വിളിച്ചു പറയുന്നു, വ്യക്തത വരുത്തി പറയുന്നു. മന്ത്രി ഉണ്ടെന്ന് പറയുന്നു, തന്ത്രി ഉണ്ടെന്ന് പറയുന്നു, ജയറാം ഉണ്ടെന്ന് പറയുന്നു, ഗൂഢസംഘം ഉണ്ടെന്ന് പറയുന്നു. ഇത് മാത്രമല്ല നടന്നിട്ടുള്ളത്, ഇതിന് പുറകോട്ട് ഇതുവരെ നടന്നിട്ടുള്ളത് മൊത്തം കൊള്ളയാണെന്ന് പറയുന്നു. ഇതിനു മുമ്പും ഈ സാധനങ്ങൾ കൊടിമരത്തിൻ്റെ പേരിലായാലും 18-ാം പടിയുടെ പേരിലായാലും ഒക്കെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ഇതൊക്കെ ആർക്കും കേൾക്കണ്ട, അറിയുകയും വേണ്ട, രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇതിങ്ങനെയൊക്കെ മതി എന്നുള്ള രീതിയിലേക്ക് ഒരു അന്വേഷണം തട്ടിക്കൂട്ടി പോകുന്ന അല്ലെങ്കിൽ ആകുന്ന സമയത്താണ് ഒരു കത്തുമായിട്ട് രമേശ് ചെന്നിത്തല വരുന്നത്. എനിക്ക് ചിലത് പറയാനുണ്ടെന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് പറയാനുള്ളതിനകത്ത് തെളിവുകൾ സഹിതം വ്യക്തത വരുത്തി പറയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ അയാളുടെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് അയാൾ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്നത്. മന്ത്രി ഇല്ലാതെ കൊള്ള നടക്കത്തില്ലെന്ന് രമേശ് ചെന്നിത്തല ഇതിൻ്റെ കൂടെ കൂട്ടി വായിച്ചിട്ടുണ്ട്, അല്ലെ പറഞ്ഞിട്ടുണ്ട്, പരസ്പരം പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന കോടതി ചോദിച്ച ഗൂഢാലോചനയും കടൽ കടന്നിട്ടുള്ളൂ എന്ന ചോദ്യത്തിനും മന്ത്രിയും തന്ത്രിയും അതുപോലെ വലിപ്പത്തിലുള്ള ആൾക്കാരുണ്ടായാലേ നടക്കത്തുള്ളൂ. അതിൻ്റെ കൂടെ മന്ത്രിക്കല്ല, പ്രധാനമന്ത്രി പദത്തിനപ്പുറം പദം അലങ്കരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പടവും കൂട്ടിച്ചേർത്ത് വാർത്തകളും വരുന്നുണ്ട്. രമേശ് ചെന്നിത്തല അതും കാണാതെ പോകുന്നില്ല. അപ്പം രമേശ് ചെന്നിത്തല കൂട്ടിയിണക്കുമ്പോൾ, പറയുമ്പോൾ, ഈ ഗൂഢശക്തിയെ വെളിച്ചത്ത് കൊണ്ടുവരാൻ നിൽക്കുമ്പോൾ ഒരുപക്ഷെ മന്ത്രിയെന്ന് പറയുന്ന ആൾക്കാർ, ഈ പറയുന്ന 3 മന്ത്രിമാർ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സോണിയാഗാന്ധി, അല്ലെങ്കിൽ വാദ്ര, അല്ലെങ്കിൽ ഈ സോണിയാഗാന്ധിയുടെ പെങ്ങൾ, ഇവരൊക്കെ ഇതിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു അന്വേഷണത്തിൽ കൂടി പലതും വെളിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക്, അതായത് ഈ വിഷയത്തിനകത്ത് രമേശ് ചെന്നിത്തലയ്ക്കപ്പുറം കോൺഗ്രസിനകത്ത് പ്രതിപക്ഷ നേതാവോ കോൺഗ്രസോ ഈ പറയുന്നത് പോലെ ഒരു സമരത്തിനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഊർജ്ജസ്വലമായി നിൽക്കുന്നില്ല എന്നുള്ള സമയത്താണ് രമേശ് ചെന്നിത്തല ഈ വിഷയവുമായിട്ട് വരുന്നതും അല്ലെങ്കിൽ അതിനകത്ത് അത്രയ്ക്ക് പ്രാധാന്യത്തോടു കൂടി അദ്ദേഹം നിൽക്കുന്നത്. ഇതന്നെ BJPക്കകത്ത് സംഭവിക്കുന്നുണ്ട്. BJPക്കകത്ത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് സുരേഷ് ഗോപിയും ഒരു രാജീവ് ചന്ദ്രശേഖരും ഒക്കെ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറം ആരും പറയുന്നില്ലല്ലോ, ആർക്കും സമരവുമില്ലല്ലോ. അവർക്ക് പ്രശ്നം മാങ്കൂട്ടമാണല്ലോ, മാങ്കൂട്ടത്തിൻ്റെ വിഷയം വേണ്ട എന്നുള്ളതല്ല, അവർക്ക് പ്രശ്നം ദിലീപാണല്ലോ, അല്ലെങ്കിൽ വേറെ ചിലതൊക്കെ ആണല്ലോ. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ദിലീപ് വിഷയം വന്നു, അത് നിൽക്കുന്നു. അപ്പം സ്വർണ്ണക്കള്ളക്കടത്ത് അല്ലെങ്കിൽ ശബരിമല കൊള്ള പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ മാങ്കൂട്ടം വന്നപ്പോൾ അതിനെ മറികടന്ന് മാങ്കൂട്ടത്തിൻ്റെ പീഡന കഥകൾ കേൾക്കാനാണ് സ്വർണ്ണക്കൊള്ളയെക്കാട്ടും അയ്യപ്പനെക്കാട്ടും താല്പര്യം. അപ്പം വീണ്ടും അത് ലൈം ലൈറ്റിൽ കൊണ്ടുവരുമ്പോൾ 3 മന്ത്രിമാരെന്ന് പറയുമ്പോൾ ഒന്ന് കടകംപള്ളി വരും. ഇപ്പം നമ്മൾ അറിയുന്ന കാലയളവ് പരിശോധിക്കുമ്പോൾ അതിനുശേഷം ഇപ്പം MP ആയിട്ടിരിക്കുന്ന രാധാകൃഷ്ണൻ വരും, അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള മന്ത്രി വരും, വാസവൻ വരും. അറിയത്തില്ല എന്നുള്ള കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർ പറയണ്ടത്, നമ്മുടെ അറിയുള്ളതിൽ അതിന് ഇനിയിപ്പം
പപ്പം പറയുന്ന അനുസരിച്ചാണെങ്കിൽ 2007 മന്ത്രി ഉണ്ടല്ലോ, 2007. ശിവകുമാർ ആ ഉണ്ടല്ലോ. ശിവകുമാർ ഒന്നും പറയണ്ട. ശിവകുമാർ അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ജ്യേഷ്ഠനെ അവിടെ കൊണ്ടിരുത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങളൊക്കെ എന്ന് പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇതാണ്. അതൊക്കെ അന്വേഷിച്ചാൽ വലിയ വിചിത്രമായിരിക്കും. ജീവനോടെ ഉണ്ടല്ലേ? ജീവനോടുണ്ട്. എനിക്കൊന്ന് പെൻഷനായെന്ന് തോന്നുന്നു, പെൻഷനായെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവിടുന്ന് അതൊക്കെ അങ്ങ് ശിവകുമാറുണ്ട്. പുള്ളിയെ ഇപ്പോൾ ജനത്തിന് വേണ്ടതായി, ജനസമ്മതി നോക്കിയപ്പോൾ പുള്ളി അങ്ങോട്ട് മാറിയിരിക്കാൻ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴത്തെ നേരത്തെ നമ്മുടെ മന്ത്രി ഉണ്ടല്ലോ, ജെട്ടിയുടെ അളവ് കോടതി ജെട്ടി മാറ്റി വിവാദമായ മന്ത്രി 2.5 കൊല്ലം ഇരുന്നേ, പുള്ളിയാണ് അവിടെ ജയിച്ചത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ. ജെട്ടി മന്ത്രി അതേ ജെട്ടി അതേ വക്കീലായി. ഈ പറയുന്നത് ഇപ്പം ഇന്ന് കിടന്ന് കുറേ അലയ്ക്കുന്ന വക്കീലന്മാരുണ്ടല്ലോ, കോട്ടുമൊക്കെ ഇട്ട് മാധ്യമത്തിൻ്റെ മുമ്പ് വന്ന് ഇപ്പം ദിലീപിൻ്റെ വിഷയത്തിനകത്ത് കോടതിയല്ല ശരി, ഏതെങ്കിലും മാന്യമായിട്ടുള്ള വക്കീല് കോടതിയെ കുറ്റം പറയുക, ജഡ്ജിയെ കുറ്റം പറയുക. അപ്പോൾ കോടതിയിലൊക്കെ ഈ ജഡ്ജിമാരുടെ ഈ പറയുന്ന ജഡ്ജിമാരുടെ ഈ വക്കീലന്മാരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു മാന്യമായ വക്കീലും വന്ന് ഈ ഒരു വിധിക്കെതിരെ പറഞ്ഞു കണ്ടില്ലല്ലോ, കാരണം കേസുള്ള വക്കീലന്മാരാരും പറഞ്ഞില്ല. ഇത് എവിടുന്നേലും ഒരു ബിരുദം LLB കിട്ടി വർത്താനം പറയാൻ പോലും അറിയത്തില്ലെന്നുള്ളവരെ മാധ്യമത്തിന് മുമ്പ് സംസാരിക്കും പറയാം, കോട്ട് വിട്ട് അവിടെ ചെന്നിരിക്കുക, ഇതിൻ്റെ കയറപ്പില്ലെങ്കിൽ എന്നെ 10 പേര് അറിയട്ടെ, നരച്ചു തുടങ്ങി. എന്നിട്ട് ഒരു കേസും ഇല്ല പരിശോധിച്ചപ്പോൾ. അപ്പം ഇതിന് ഇങ്ങനെ പറയട്ടെ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇതിനകത്ത് ഈ കൊള്ളയ്ക്കകത്ത് പപ്പനിൽ കൂടി ഇതെല്ലാം അങ്ങ് അവസാനിക്കട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുന്നത് പോലെ നമ്മൾക്ക് തോന്നുന്നു. ഇനി 3-ാം തീയതി കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്ന സീൽ ചെയ്ത കവറിനകത്ത് മന്ത്രിയോ തന്ത്രിയോ വല്ലതും ഉണ്ടോ എന്നറിയത്തില്ല. ഏതായാലും പപ്പൻ പറയുന്നു മന്ത്രി പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്തത്, തന്ത്രി പറയുന്നു ഞങ്ങൾക്കെല്ലാം ഇത് അറിയാമായിരുന്നു, പക്ഷെ തന്ത്രിയും വേണ്ട മന്ത്രിയും വേണ്ട, ഇപ്പം പപ്പനെ മാത്രം മതി. രമേശ് ചെന്നിത്തല പറയുന്നത് മന്ത്രി അറിയാതൊന്നും നടക്കത്തില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെ പറയാൻ കാരണമെന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തല അന്വേഷിക്കുമ്പോൾ ആ രീതിയിലേക്കുള്ള വിവരങ്ങൾ വളരെ കൃത്യമായിട്ട് എത്ര ഭരണത്തിലില്ലെങ്കിലും ഒളിപ്പിച്ചു വെച്ചാലും കൊടുക്കാൻ ആ പോലീസാണല്ലോ, ആഭ്യന്തര വകുപ്പാണല്ലോ ഇതിൻ്റെ എല്ലാം കസ്റ്റോഡിയൻ അല്ലേ, അവർക്കറിയാവുന്ന രഹസ്യങ്ങൾക്കപ്പുറമൊന്നുമില്ല, കൊടുക്കാൻ അതിനകത്ത് ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ തെളിവുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ് അയ്യപ്പൻ്റെ ദാനം മോട്ടിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഗൂഢസംഘമുണ്ട്, വലിയ കൊള്ള നടന്നിട്ടുണ്ട്. കൊണ്ടുവന്ന് മുന്നിൽ ഹാജരാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, SIT മുമ്പിൽ ഹാജരാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു വലിയ വഴിത്തിരിവിലേക്ക് പോകും. ഈ ഒരു വിഷയത്തോടു കൂടി ഒരുപക്ഷെ ഒതുക്കി പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നാളെ കാലത്ത് ഈ കോൺഗ്രസിനകത്ത് ചവിട്ടി പിടിച്ചിരിക്കുന്ന രമേശ് ചെന്നിത്തലയെ വെച്ച് കോൺഗ്രസ് വരികയാണെങ്കിൽ അധികാരത്തിൽ വന്നാൽ മതിയെന്നുള്ള രീതിയിലേക്കുള്ള ഒരു മെറിറ്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങളുമായിട്ടായിരിക്കും രമേശ് ചെന്നിത്തല നിൽക്കുന്നതെന്നാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാവേണ്ടത്. ഏതായാലും ശബരിമല കൊള്ള പണ്ട് പല അന്വേഷണങ്ങളും ദേവസ്വം ബോർഡിൻ്റെയും അമ്പലത്തിൻ്റെയും വസ്തുവും അല്ലെങ്കിൽ സ്വർണവും വജ്രവും ഒക്കെ അടിച്ചു മാറ്റിയിട്ട് അവസാനം അന്വേഷിക്കുമ്പോൾ അത് വജ്രമല്ലായിരുന്നു, വെളുത്ത കല്ലായിരുന്നു, ചുവന്ന കല്ലായിരുന്നു, മഞ്ഞക്കല്ലായിരുന്നു പറയുമ്പോഴും അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലും ആൾക്കാർ മറന്നു പോകുമ്പോൾ പല കേസിൻ്റെ അന്വേഷണം ഈ താല്പര്യക്കാർക്കും അല്ലെങ്കിൽ അടിച്ചു മാറ്റിയവൻ്റെ ഭാഗത്തും നിർത്തി ഒതുക്കി കൊടുക്കുന്ന രീതിയിലേക്കും പോകുന്ന ഒരു രീതിയാണ് കോടതി ഇടപെട്ടണക്കെ പോലും ഈ വിഷയത്തിനകത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു സ്തംഭിച്ച അവസ്ഥ, അല്ലെങ്കിൽ അതിനകത്ത് ആ കേസ് ചർച്ച ചെയ്യേണ്ട, സമൂഹം ഏറ്റെടുക്കേണ്ട, സമൂഹത്തിൻ്റെ മൈൻഡിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി മറ്റു പല കേസുകളും അതിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് മാധ്യമങ്ങളെ അതിനകത്തുനിന്ന് മാറ്റി നിർത്തി പോകുന്നത്. കാരണം ഒരു വാർത്ത 24 മണിക്കൂർ ആണ് ഒരു വാർത്തയുടെ ജനങ്ങളുടെ ഇടയ്ക്ക് നിൽക്കുന്നത്. അതൊരു 48 മണിക്കൂർ വരെ നിർത്താൻ പറ്റും, ലൈം ലൈറ്റിൽ അല്ലെങ്കിൽ നിരന്തരം ചർച്ച ചെയ്തില്ലെങ്കിൽ. അപ്പം അത് ജനം മറന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ശബരിമല കൊള്ള ഏതാണ്ട് ജനത്തിൻ്റെ ഭാഗത്തു നിന്നും കേസ് തീർന്നില്ലയോ വിധി കൽപ്പിച്ചോ എന്നുള്ളതല്ല, ജനത്തിൻ്റെ ഇടയ്ക്കുള്ള ചർച്ചയിൽ നിന്നും അതിനെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് രമേശ് ചെന്നിത്തല പറയുന്നത് ഇതിനകത്ത് നിഗൂഢമായിട്ടുള്ള കൊള്ളയുണ്ട്, ഗൂഢശക്തികളുണ്ട്, വൻ ഗൂഢാലോചനയുണ്ട്, അതിനകത്ത് പലരുമുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസിനകത്തു നിന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലെ ആൾക്കാരുണ്ട്. കടൽ കടത്തണമെങ്കിലും ആയിരക്കണക്കിന് കോടിയുടെ അഴിമതി നടത്തണമെങ്കിലും ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന ഒരവസ്ഥയില്ല. ഏതായാലും രമേശ് ചെന്നിത്തല പറയുന്നു എല്ലാം എൻ്റെ കയ്യിലുണ്ട്, തെളിവുകളുണ്ട്, മന്ത്രി അറിയാതെ ഒന്നും നടക്കത്തില്ല. ഏത് മന്ത്രി, എത്ര മന്ത്രി, അത് രമേശ് ചെന്നിത്തല പറഞ്ഞാൽ മാത്രമേ നമ്മൾക്കറിയാൻ സാധിക്കൂ.